എല്ലാവർക്കും നമസ്കാരം. രമ്യാസ് മാജിക് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം റെസിപ്പി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇത് കണ്ടോ, എന്താണിത്? നമ്മുടെ ചേമ്പും തട, അതായത് ചീമച്ചേമ്പ്, വലിയ ചേമ്പ് വരുന്ന അതിൻ്റെ തൈ മൂടാണ് തട എന്ന് പറയും. അപ്പം ആ തടയുടെ ആ ഇല തുടങ്ങുന്ന പോർഷൻ, ആ ഒരു ഭാഗത്തിന് താഴോട്ടുള്ള ഭാഗമാണിത് ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ആ കറുത്ത വേര് പോലുള്ള ആ ഭാഗമാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെത്തി നമ്മൾ വൃത്തിയായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി ഇതേപോലെ കട്ടി കുറച്ച് അരിയണം. ഇതിനെക്കാട്ടി ഇച്ചിരി കട്ടി കുറച്ച് അരിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അപ്പം ഇത് നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ വേവാതിരിക്കുകയൊന്നും ചെയ്യത്തില്ല, നല്ലതായിട്ട് വേകും. ഈ തട തന്നെ നമുക്ക് തോരനും വെക്കാം, നമുക്കല്ലാതെ പുഴുങ്ങിയിട്ട് നമ്മൾ കപ്പയൊക്കെ പുഴുകുന്ന പോലെ കഴിക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്ത ഈ ചേമ്പിൻ്റെ തട, ഇനി നമുക്കിതിലേക്ക് തോരനല്ലേ, അരപ്പ് വേണം. തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. അരയ്ക്കരുത്, ജസ്റ്റ് തോരൻ്റെ ചതച്ചെടുക്കുക. അപ്പോൾ കാന്താരിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എരിക്ക് ആവശ്യമായിട്ട് കാന്താരി ഇടുക, കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇടുക. അപ്പോൾ ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തട അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടുക. അതിലേക്ക് അരപ്പ്, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. ഈസിയാണ്. പിന്നെ നമുക്ക് ചേമ്പൻ തട കിട്ടണം, എപ്പോഴും കിട്ടത്തില്ല. അതാണ്, കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും. ഇതുപോലെ അരപ്പ് ഇട്ടു, ചേമ്പിൻ്റെ തട അരിഞ്ഞതിട്ടു. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കണം. ആവശ്യമായിട്ട് ഉപ്പ് ചേർക്കുക. നമ്മുടെ ഉപ്പിനനുസരിച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കണം. ഈ ചേമ്പൻ തട വേവുന്നതിന് ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കണം. ഒത്തിരി ഓവറായിട്ട് വെള്ളം അങ്ങ് ഒഴിക്കണ്ട. നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു വേവ്. കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് വേവിക്കാൻ വെച്ചു. കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ഇത് നമ്മളിങ്ങനെ വറ്റിയൊക്കെ വരുമ്പം നമുക്കറിയാം വെന്തില്ല എന്നുണ്ടെങ്കിൽ ശകലം ചൂടുവെള്ളം തളിച്ചു കൊടുക്കണം. ഇപ്പോൾ ദാണ്ട് നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന വെള്ളം കറക്റ്റായിരുന്നു. വെള്ളം കംപ്ലീറ്റായിട്ട് വറ്റി, ചേമ്പിൻ്റെ തടയൊക്കെ വെന്ത്, കണ്ടില്ലേ, നന്നായിട്ട് വെന്ത്. അങ്ങനെ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുമ്പോൾ, ഇപ്പോൾ സീസണാണ്, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ കടുവറുത്തൊഴിക്കണം. കടുവറുത്തൊഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കാഞ്ഞത്. കടുവറുത്തൊഴിച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രം ഒന്നുമില്ല, ചിലപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ ആരും നമ്മൾ ചെയ്യാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പം എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.